എന്റെ അമ്മേ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾ ഏവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ മാതൃക അധ്യാപകനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷിന് ഇന്ന് വൈകുന്നേരം കല്ലാട്ടുകടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ്. മന്ത്രിമാർ, രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങൾ എനിക്ക് നൽകിയ ഒന്നുമില്ല, പോയിരിക്കും. ഞാൻ പറഞ്ഞതല്ല എഴുതിയോ? അപ്പൊ തുടങ്ങാം. വണ്ടി പിടിച്ചല്ലോ. നിനക്ക് എന്താടാ ഒരു ചിന്ത? പഠിപ്പിക്കുന്ന വല്ല പെമ്പിളേരുമായി പ്രേമമായോ? തമാശ കള കുഞ്ഞാലിക്കുട്ടി. ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പിടയ്ക്കുക. പിടയ്ക്കും. പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്ത് തുടങ്ങിയ രണ്ടുപേർക്കും പെടപെട പുറപ്പാ. നീ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇവിടെ ജീവിക്കാനുള്ളതാ. ജീവിക്കണോ വേണ്ടയോന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. ട്യൂട്ടോറിയൽ നിർത്തി. ഇപ്പൊ പ്രേമലതയ്ക്ക് കല്യാണം. അതും കൂടി ആയപ്പോ ഞാൻ ആകെ തളർന്നു. ഇതാ ഞാൻ പറഞ്ഞത്, പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന്. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഇവിടെ പ്രേമലേതര ട്യൂഷൻ നിർത്തിയെന്ന്. ഓ സന്തോഷം. ആ ട്യൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി. ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല. എന്നെ പോലെ ബി.എഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീയും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഹസിക്കരുത്. എടാ, ഈ വാദ്യാര് പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ. എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമൻസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു. എടാ, എന്റെ വിസ ശരിയായെന്നും പറഞ്ഞ് ദാ ബോംബെന്ന് ടെലിഗ്രാം വന്നു. ഇനി ഏറിയ 2-3 ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും. പറക്കും. അതിനെ ബാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ. ഗൾഫിൽ നിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ. ഇപ്പൊ തോറ്റതാരാ? ബാപ്പ. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പടച്ചോ അതേ നടത്തും. തഞ്ചത്ത് പറഞ്ഞാ ഓൻ സമ്മതിക്കും. പിന്നെ സമ്മതിക്കാണ്ട് ഓ എന്റെ മോനാണ്ടി. ബാബാ, നീ എവിടെ ആയിരുന്നടാ? അന്നെ കാണാൻ ചേട്ടാ ശാഖുള്ള പറഞ്ഞ അയച്ചിരിക്കാൻ കഴിവില്ലെങ്കിൽ. ടെലിഗ്രാം വന്നു. അതെങ്ങനെ നിനക്ക് കിട്ടി? പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്നല്ലോ ഒരെണ്ണം. അതെന്തിന്? ഓ, ചിലപ്പോ കിട്ടാണ്ടിരുന്നാലോ എന്ന് കരുതി രണ്ടിടത്തേക്ക് ടെലിഗ്രാം വിട്ടായിരിക്കും. ചിലപ്പോ ശരിയായിരിക്കും. ഇതിപ്പോ ഉടനെ പുറപ്പെടണമെന്നാണല്ലോ അവര് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചാൽ. മലപ്പുറം വരെ പോയ എന്തിനാണ് ഫ്ലൈറ്റ്? മലപ്പുറത്തേക്കാ? ഞാൻ ബോംബെക്ക് പോകുന്ന കാര്യമോ പറയുന്നത്? ബോംബെയിലാ? നോക്കട്ടെ. നടക്കില്ല കുഞ്ഞാലി, നടക്കില്ല. സുഖിര, ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം. അന്റെ മോനോട് പറഞ്ഞു കൊടുക്ക്. കാത്തിരുന്ന് വന്ന വിസയാണിത്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകായിരുന്നു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ബാബാക്ക് ബുദ്ധി ഉപദേശിക്കാൻ വളർന്നിട്ടില്ല. പറഞ്ഞു കൊടുക്കണേ സുഹറ. ഞാനും ഹാജിയാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയത്. ഹാജിയാരോ മൊല്ലാക്കോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ? ചോദിക്കണേ സുഹറ. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ ചോദിക്കും. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലേ പെടലിക്ക് പിടിച്ച് പുറത്താക്കും. പറഞ്ഞേക്ക്. കൂലി പോയിട്ട് ഇല്ലെങ്കിൽ വേണ്ട. തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ. എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. വിചാരിക്കണ്ട, ഇതിനൊരു തീരുമാനം ഉമ്മ ഉണ്ടാക്കണം.
പടച്ചോനെ ആ, പറഞ്ഞു കൊടുക്കടി. എന്ത് ആ മമ്മദ് കുട്ടിയുടെ മകൻ ഷാകുല് ആ ബാപ്പാനെ ധിക്കരിച്ചിട്ട് ദുബായി പോയി. ഉം. എന്നിട്ട് എന്തായി? ഉം. അവിടെ കിടന്ന് വയ്യത്തായി. ഓ. ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി ഈ നാട്ടുകാർക്ക്. ഉം. അത് പോട്ട്. ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്ക്. ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. ആ. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വന്നെത്താൻ പറ്റിയോ ഓനെ? ഓ, പറയ്. എന്റെ റബ്ബേ. ബാപ്പാക്ക് മയ്യത്ത് മയ്യത്ത് എന്നുള്ള ഒറ്റ വിചാരമുള്ളോ? കുറെ കാലം മലപ്പുറത്ത് പോയി മാഷുവേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വക ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം. അപ്പോഴാണ് ഓന്റെ ഒരു തുപ്പായി. ബാപ്പ പറയണതൊന്ന് അനുസരിക്കണ്ട മോനെ. എന്ന് മാത്രം പറയല്ലേ ഉമ്മ. അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാപ്പായെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ ഞാൻ വരാത്തതില് ആജിയാര് ചിലപ്പോ ഗർവിക്കുമായിരിക്കും. ഇവിടുത്തെ നേരമില്ലായ്മ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബസ് പോരായി, ഞാൻ പോട്ടെ. ചെല്ലി. ഒരാൾ കയറാനുണ്ട്. ആ അടിമില്ലേക്ക് എടാ കുഞ്ഞാലി, നീ എന്തിനീ മൂത്രപ്പര വാഴ കഴിക്കുന്നത്? ബാപ്പ പോയി, നീ വാ. ബാപ്പാടെ കണ്ണു വിട്ടിട്ട് ദുബായി പോകണത് പാട്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴേ നെഞ്ചെടുപ്പ് തുടങ്ങും. അതെന്തിന്? ചേട്ടാ, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും? എടാ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, ആത്മധൈര്യം, മനക്കട്ടി. മനസ്സിലായോ? എന്റെ ഭഗവതി ആ. രക്ഷിക്കണേ. എന്താ വിളിച്ചത്? ഭഗവതി. ഓ പടച്ചോനെ, ഇവൻ കുളമാക്കും. എടാ റബ്ബേന്ന് വിളിയടാ. ആ റബ്ബേ. ആ, ബുദ്ധിപൂർവ്വം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇത് പെർമനന്റ് ആക്കാനാ നിന്റെ പ്ലാൻ? എന്നാ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ചൂടാകാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണെന്ന് വെച്ചാ നീ പറ. ആദ്യം നീ ബാഗ് തൂക്ക്, എന്നിട്ട് പറയാം. ആദ്യം പറ, പിന്നെ തൂക്കാം. വെയിറ്റ് കൂടുതലാണ്, ഞാൻ എടുത്തോളാം. കൂടെ ഞങ്ങൾ മുറിച്ചു തന്നോളാം. പോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ എവിടുന്ന് വരും? നീ ബാഗ് തൂക്ക്. നീ ബഹളം വെക്കാതെ. ഞാൻ അവിടെ ചെന്ന് 2 മാസം, ഓൺലി 2 months. അതിനു മുമ്പ് നിന്റെ വിസയും എത്തും. കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. മാഷുമാർക്ക് അവിടെ നല്ല ഡിമാൻഡാന്നാ കേട്ടത്. ആ. അതിനുള്ള വിസ നീ ഒപ്പിച്ചാ? ആ, ഇൻഷാ അല്ലാ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇതാ, ഇത് പിടിക്കും. ഇതെന്താ വിസ? അല്ലടാ, ഇത് എന്റെ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാ. നീ അവിടെ ചെന്ന് ആഴ്ചയിൽ 1 വീതം മലപ്പുറത്ത് നിന്ന് ബാപ്പയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് 2 മാസത്തേക്കുള്ള കത്തുകളുണ്ട്. ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും. മനസ്സിലായില്ലേ? ആ, എനിക്കുള്ള ട്രെയിന് സമയമായി. നീ ആ 10:00 മലപ്പുറം ബസ്സിൽ പോയിക്കോ. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ? ഹാജിയാർക്ക് ഒരു സംശയവും തോന്നരുത്. ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല, കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടി. ആരാ? കോയാ മനസ്സിൽ കുഞ്ഞാലി. ആ, കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാടാ ഈ ചന്ദനക്കുറി? നീ ധൈര്യമായിട്ട് പോ. ജോജി. എന്താ? ഓ, ജോജിയല്ല, കോയാ മനസ്സിൽ കുഞ്ഞാക്കുട്ടി. നമ്മൾ പറഞ്ഞു വന്നത് ആര്യ. ആര്യാര് പറഞ്ഞതാ. പിണങ്ങിയാ ഞെക്കിക്കൊല്ലും, ഇണങ്ങിയാ നക്കിക്കൊല്ലും. അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല, ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചേരെന്ന് പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്ന് ചോദിച്ചാ മതി, ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. ചുമ്മാ. ഉം. പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരങ്ങ് ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും. പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാര്. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ 2 കൂട്ടരോടും നേരക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. അതാരാ? എന്താ? ഈ ഞാൻ. ഓ, ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിന് ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കും. അതും എന്റെ ഒരു വീക്ക്നെസ്. അയ്യോ, കള്ളൻ, കള്ളൻ, കള്ളൻ. അത് കള്ളനല്ല, ഹെഡ് മാസ്റ്റർ ആണ്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ കോസ്റ്റ് നോട്ടീസ്. സമാധാനം പറയണം. അത്രേ ഉള്ളൂ.
സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിൽ ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിൽ ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്യ്. ലേറ്റ് ആയി ശിക്ഷ എടുപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് ആചാര്. ഇല്ല മാഷെ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരാ ഈ അത്തറ ചോടക്കാരൻ? അത്തറല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം. അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തകന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലിയാർ സ്വദേശം കൂത്തുപറമ്പ്. മാഷ പറഞ്ഞു കേട്ടല്ലോ. ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചെറ്റ മതി, 2 എണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം അത് മാഷ് തീരുമാനിച്ചാൽ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, അലിയാരുടെ തീരുമാനമാ. അലിയാരുടെ ഓരോ തീരുമാനങ്ങള്. വളരെ സന്തോഷം. എന്നാ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കണ്ടേ? ക്ലാസ് ഒരു ക്ലാസ് എടുക്ക്. അതെ, ക്ലാസ് എടുക്കാം. ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം. നല്ല സൗകര്യമുള്ള വീട്. എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. മാഷ മുറിയാൻ കാണിച്ചത്. തമാശ പറഞ്ഞ വിടി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല. ആ മുറി മാഷക്ക് ഇഷ്ടാവും. മനസ്സിലിരിപ്പുള്ള ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ. രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മറയും. പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കു മാഷേ. അല്ല, വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷയുടെ മുറി ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് മാഷയുടെ മുറി. ഏകാന്തതയുടെ മാഷേ, കൂടുതൽ വർണ്ണന വേണ്ട. ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്ന്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല, ഇല്ല, ഫാൻ ഇല്ല. ഓ അവിടെ കൈതാൻ ഫാൻ. ഹാജിയോട് പറ കിടക്കാൻ ഒരു AC ഫിറ്റ് ചെയ്ത് തരാൻ. 300 രൂപ ശമ്പളക്കാരി AC-ലേക്ക് കിടന്ന് ഉറങ്ങും. ഇയാൾ ആരാ? ഹൈദരാബാദ് നൈസാമോ? എന്തായത്? അഹമ്മദ് നിർത്താൻ. അഹമ്മദി അല്ല, ഇത് തേങ്ങ. അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിക്കാനും തീരെ ഇല്ലല്ലേ? മാറി മാറി. അയ്യോ, ഉടയ്ക്കരുത്. എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ ഉടച്ചോളാം. അത് ശരി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായ ഈ ഞാനും നാട്ടുകാരും അത് പൊറക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോക ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിയ നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക ഒന്ന് വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ്. അയ്യോ ഗൗരി കുഞ്ഞ്, കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ. ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. മാഷിനോടല്ല, കുഞ്ഞാലിക്കുട്ടി മാഷിനോടാ ചോദിച്ചത്. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കൊള്ളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുന്നതിൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. കാന്താരി കൂടെ ഉണ്ടായിരുന്നോ? ഇതെന്റെ മോളാ മാഷെ, ശോഭന. മൂത്തത് മകനാ സുമാരൻ. അവനങ്ങ് പട്ടാളത്തിലാ. ഇരിക്കുന്നു. അത് മുരുകനല്ലേ? ആണോ? സുമാരൻ. അതോ ഇരിക്കുന്നു. എന്തൊരു റൗഡി, അല്ല പ്രൗഡി.
മോന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? അവങ്ങ് ഉറപ്പിച്ചു. സുകുമാരനാണെ പെണ്ണ് സുന്ദരിയായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല. ഇതൊക്കെയാ കണ്ടീഷൻ. എവിടെ നിന്ന് കിട്ടാൻ? എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ലീവിന് വന്നാ ഉടനെ നടത്താനിരിക്കുക. ആ മീൻ പൊരിച്ച് ഇങ്ങോട്ട് വെച്ചേ. ശോഭന പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. പിന്നെ SSLC ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു. ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാ. എന്തായാലും ഡ്രിൽ മാഷെക്കാളും പഠിപ്പുണ്ട്. വെറുതെ അല്ല, അലിയാര് ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുകൂടാത്ത. കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും കണ്ണൻ നായര്? തമാശ. ഒരു ദിവസം മാഷ് അറിയാതെ ഉണ്ണുന്ന ചോറിൽ വിഷം വെക്കുന്ന അവൾ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം വെക്കണോ? ദിവസവും കഴിച്ചോണ്ടിരിക്കുകയല്ലേ. അത് മാഷ് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ ഒരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിലാറുമ്പോ എടുത്തോണ്ട് പോകും. പണി നോക്കി പോടൂ. അകത്തോണ്ട് അകത്തോണ്ട്. ഇത് ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടച്ചോറ് നിന്നാണ് ഞാൻ വളർന്നത്. എന്നോടത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ എന്റെ പൊന്നു കുഞ്ഞ, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ? കുഞ്ഞി എന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവൻ അതിന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊല്ലുന്നത് കാണാമല്ലേ? ഹാജിയാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്. കുറുപ്പത്ത് ഭഗവതിയാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം, സത്യം, സത്യം. കേക്കോ? ഇത്രയൊന്നും പോരെ കണ്ണേട്ടോ? കേക്ക് കൊടുക്ക. കേക്കോ? സുകുമാരൻ എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായ. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. അരേ ബായ് അലിയാർ മാഷ്, തും കൈസേ ഹോ? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെക്കും. അച്ഛാ, ക്യാ സമാചാർ ഗാവ് മേ? യേ കോൻ ഹേ? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ, സോറി പുട്ട്. അച്ഛാ, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളായിരിക്കും അല്ലേ? യാ യാ.
കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുകുമാരനങ്ങ് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ, എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മോളെ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ല ഇപ്പൊ. നല്ല അസല് വണ്ടി. ഹജ്ജാവോ, അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് പൊയ്ക്കോളൂ. പേടി വെക്കണോ ഇവനെയൊക്കെ? നല്ല സ്വയം സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളിലും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടിവെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദം മാഷേ. അലിയാർ മാഷ് ചൂടാവണ്ട, എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തത്തിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സൈക്കിളിലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷയെ ഏൽപ്പിക്കും. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞങ്ങളെന്ന് വെച്ചാ? ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. യമുന ടീച്ചറെ വരൂ. ഞാനുമില്ല. അല്ലേ വേണ്ട, കരിങ്കാലികളാണ് ഹാജിയാര്. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണേ. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെയാണല്ലോ അതിനർഹൻ. അത് തന്നെയാ നമ്മുടെ അഭിപ്രായം. കൺഗ്രാചുലേഷൻസ്, എനിക്ക് സന്തോഷമാണ്. ആഹാ, വന്നല്ലോ. അലിയാർ മാഷിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങളിവിടെ. എന്നെ പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പെർഫോണോ? ദേ മാഷെ, നിങ്ങൾ തന്നെ താൻ പുകഴ്ത്തി പറയുന്നത് മഹാവൃത്തികെട്ട സ്വഭാവമാണ്. പ്യൂണേ, എന്താ മാഷെ? ബാപ്പായെ കയറി ബാപ്പുട്ടിക്കാന്ന് വിളിക്കരുത്. കേവലം ഒരു പിയൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച. ചിരിക്കണ്ട, എല്ലാവരും കണ്ടോ? ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും. അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും. അലിയാർ എന്ന ദ്രോണാചാര്യർ. അതുവരെ ഈ ആചാര്യന് ഉറക്കമില്ല. 1 2 3 4. കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചില ജോലിയെ സമ്മതിക്കില്ല. എന്താ പക്ഷേ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ശാകുന്തളോ നളചരുതോ അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ. ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റ് കിടക്കുകയാണെന്നാണല്ലോ പരാതി. പരാതി മാറട്ടെ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്. എനിക്കുണ്ട് പറയാൻ. ചക്രം മുടക്കി ഹാജിയാര് മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളേരെ പഠിപ്പിക്കാനാ. അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടി കൊണ്ടുവച്ചല്ലേ പഠിപ്പിക്കേണ്ടത്. ഇയാടെ ഓരോ പരിഷ്കാരങ്ങൾ. ഇതെന്തുവാ, ശാന്തിനികേതനോ? കുട്ടികളുടെ തലേ കാക്ക തൂറി അതിന് ഉത്തരം മാഷ് പറയേണ്ടി വരും. മാഷെ, ഞാൻ വീണ്ടും പറയുകയാണ്, ആചാര്യ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും.
Come on, play. മാഷേ അല്ലോ പേപ്പട്ടി പീറ്റി മാഷേ ഇത് ഞാനാ. ഉണക്കച്ചുള്ളിയാണെങ്കിലും നല്ല ബലമാണല്ലോടോ. എന്തുവാടോ? കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ് താമസിക്കുന്നത്? അലിയാര് മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ താമസിക്കുന്നത്. ആ മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ആ. എനിക്ക് ആള് തെറ്റിയിട്ടില്ല. അവൻ തന്നെയാ നാളികേരം ഉടച്ചത്. ആ പെങ്കൊച്ചിനെ ആള് തെറ്റിയത്. എടോ കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേത് എനിക്ക്. ഇനി ആ ഹാജിയരുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും. അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല. എന്റെ പൊന്നു മാഷെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്രിത്തരം പറഞ്ഞു. ഒരു ഇസ്ലാം എന്തിനാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്നത്? എന്തിനാണോ കയറുന്നത്? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശ്രീകോവിന് മുമ്പിൽ നിന്ന് അവൻ സ്വത്രം ചൊല്ലുന്നത് ഇങ്ങനെ സസ്തികസ്തം വിരൂപാശം അല്ലോ, ഛെ, ഛെ, ഛെ. നേരെ ചൊവ്വേ ഖുറാൻ വായിക്കാൻ അറിയില്ല അവന്. പിന്നെ ആ ഭഗവതി സ്തോത്രം ചൊല്ലുന്നു. ഇപ്പൊ പറഞ്ഞത് സത്യം. ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ. അവൻ ഇസ്ലാമേ അല്ല. അതെ മാഷെ, എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് സംശയമുണ്ടോ? ഉണ്ട്, ഉറപ്പാ. എന്നാ എനിക്കും ഉണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. അവന്റെ തനിറ ഇന്ന് പുറത്താവും. മാഷ് പോയി ഹാജിയാരോട് പറ. എന്താ മാഷ ഇങ്ങനെ ഓടുന്നത്? ഹാജിയരെവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? ഹാജിയരെവിടെ? ഓഫീസിലുണ്ട്. എന്താ കാര്യം? അതെ, അരിയാരെന്തിനാ ഓടുന്നേ? ചതിച്ചു ഹാജിയരെ, ചതിച്ചു. എന്താ? ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക. അവ ഇസ്ലാമേ അല്ല, ഹിന്ദുവാ. എന്താ മാഷേ? ഒന്ന് ഉറക്കട്ടെ. ഇത് സത്യമാണോ ഒന്നുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്നത്. നീ വിഷമിക്കാതിരി, ഇക്കാര്യം ഞാൻ ഏറ്റു. കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. ഇല്ലെങ്കിൽ ആ മുട്ടയടിച്ചിറക്കും. ഞാനും മുട്ട അടിക്കേണ്ടി വരുമോ? പോടാ. മാഷേ, അല്ല മാഷ് പോയില്ലേ? എവിടെ? നാട്ടില്. ഇവിടെ നിൽക്കാൻ പേടി തോന്നുന്നില്ലേ? പേടിയോ? എന്തിന്? ദേവപ്രശ്നം, ആൽമരം, പിന്നെ 101 അടി. പോയോ? ഇവിടെ കുട്ടിക്ക് എന്തിന്റെ തൂക്കടാ? ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് വഴി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും. മാന്യനായ ഒരു ചെറുപ്പക്കാരനെ വഴി പിടിച്ചു നിർത്തി ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കല്ല, കുട്ടിക്കാ. പറഞ്ഞേക്കാം. ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. മാഷ് പറ, എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയത്? എനിക്ക് ഇഷ്ടമുണ്ടായി. പോയി കേസ് കൊടുക്കും. കേസൊന്നും കൊടുക്കില്ല. പോയി ഏട്ടന്മാരോട് പറയും. പോയി പറ, വേഗം പോയി പറ. ഞാൻ നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ, അല്ലെങ്കിൽ മഹാ ചെറ്റയാ. പറഞ്ഞേക്കാം. കുറെ ഏട്ടന്മാരും ദേവപ്രശ്നവും എനിക്കുമുണ്ട് ഇവിടെ ആൾക്കാർ. ആര്? ഹാജിയാരോ? അതെ, ഹാജിയാര് തന്നെ. ഈ ഷെർഷയുടെ ഭരണകാലത്ത് നടന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചാണ്. മുഗൾ ഭരണത്തിന്റെ സുവർണകാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹുവാൻ ഹുയി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താ? ഹുവാൻ ഹു. താഴ്ന്ന ക്ലാസുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ. BC 200-ാം ആണ്ട് അവസാനം ചന്ദ്രഗുപ്ത മൗര്യൻ ഡച്ചുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത്. അതൊക്കെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിർത്തടോ. ഹലിയാരി മാഷ് അപ്പൊ വന്നു. ഈ കുട്ടി മനസ്സിലായില്ലേ? അന്ന് നമ്മുടെ കുറുപ്പത്ത് വീട്ടിലെ ഗൗരിക്കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കാൻ. കുട്ടി ഇത് അലിയാരി മാഷ്. ഡ്രില്ല്. എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. കുട്ടി, തേങ്ങ ഈ ബസ് വന്നു. സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിലെ 2 ടിക്കറ്റ് എവിടേക്കെങ്കിലും. ഒന്നവന്റെ വാപ്പാക്കായിരിക്കും. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ. അത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ തേങ്ങ അടിച്ചതിനെ പറ്റി. അല്ല, അടുത്ത ബസ്സിൽ പോവാ. കുട്ടി നിൽക്കൂ. കുട്ടി, ഇയാൾക്ക് തലയ്ക്ക് എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചെടുക്കാൻ വന്നാണ്. കുട്ടി
മാഷേ മാഷ ഒന്നേ ഇയാള് എങ്ങോട്ടാ ഓടുന്നത്? വയറിന് സുഖമില്ലേ? മാഷേ ഒന്ന് നിൽക്കാൻ. മാഷേ ഒന്ന് നിന്നേ. മാഷേ ജോജി എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. അവിടെ നിന്നില്ലേ എല്ലാരെയും പറ്റിക്കുന്നല്ലേ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എവിടൊക്കെയാണ് അന്വേഷിച്ചു? ആരാ വന്നിരിക്കുന്നേ? അവര് നാട്ടില് എല്ലാം എന്നോട് പറഞ്ഞു. അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. കയ്യോടെ പിടിച്ചോണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. അലിയാരെ ഞാനെല്ലാം തുറന്നു പറയാം. തുറന്നു പറയാനോ? ഈ മാഷ എന്തൊക്കെയാ പറയുന്നേ? മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്നെന്ന്. ആര്? ഏതോ ഒരു ജോജി. ജോജിയാ? അതെ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. അതാണ് എന്റെ മുഴുവൻ പേര്. വർമ്മയാണോ? എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നൂലേ? കൊള്ളാം. ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടറിഞ്ഞൂടെ? ശരിയാ, മാഷ കണ്ടാലേ അറിയാം ഒരു തറ. വാടിയാണെന്ന് കേട്ടോ മാഷെ. ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ. ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബെക്ക് നാട് വിട്ടു. അവന് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷ് പണി എന്നൊക്കെ പറയുന്നത് വെറും ഒരു നേരം പോക്കാ. അല്ലേ അല്ല, അങ്ങനൊരു ഭാവമേ മാഷിനില്ല. ആത്മാർത്ഥത, അച്ചടക്കം, പ്രവർത്തനശേഷി, എളിമ, ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം. അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത്. ജോജി വളരെ നേരത്തെ ബോംബെക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ ഇനി എന്തെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്ന വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവനോട് നല്ല പേരല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവനാ ഹാജിയാർക്ക്. വന്നല്ലോ മാഷ്. കുഞ്ഞാലിക്കുട്ടി, നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ. നീ എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇത് ഞാനാടാ, ജോജി. ജോജി, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. വർമ്മ, വർമ്മേ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു. പഴയതൊന്നും മറക്കല്ലേ. എന്തൊരു സ്നേഹ. നീ അങ്ങ് വലുതായി പോയല്ലോ. ഇത് ഹെഡ് മാസ്റ്റർ, ഇത് ഡ്രിൽ മാസ്റ്റർ. എന്റെ പേര് അലിയ. വലൈക്കും അസ്സലാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, പേരെന്താ പറഞ്ഞേ? ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ. അത് ശരി, വന്ന് വന്ന് അന്തപുരത്തിലായോ ശയനം? ഇയാളിതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? എന്റെ പൊന്നു മാഷെ, ചതിക്കരുത്. ഇപ്പൊ ആകെ കൂടെ കുഴഞ്ഞേനെ. എന്തോന്ന് കുഴയാൻ? ഇയാളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. വന്ന് ഏറിയപ്പോഴേ എന്റെ സ്വാതന്ത്ര്യത്തിലാ കയറി പിടിച്ചത്. മാഷക്ക് വൈകി പറ, ഇയാളെ അടുത്ത് പുറത്തു കളയാൻ. ചീള് മാഷ് ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ അവനെ ഉണർത്തരുത്, പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? നല്ല ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാ വയലന്റ് ആവും, പിന്നെ പിടിച്ചാ നിൽക്കൂല. നിക്കണ്ട, ഇറങ്ങി പോട്ടെ. ഇയാൾ വയലന്റ് ആയാൽ അതിനേക്കാൾ ഞാൻ വയലന്റ് ആകും. മാഷന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വരുന്നോനും പോനോനും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങ. ഇതെന്താ സത്രമാണോ? ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഈ സൂക്കേടിന് മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നേ. ആഹാ, ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചിട്ട് ശരിയായിക്കോളും. ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? വാ. ഇതെന്ത് ഗിയർ സ്ലിപ്പായി? അച്ഛാ, ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട. ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാണ്? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കണം. വരുന്നവരും പോണവരൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി. നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ് പോലും ഇങ്ങോട്ട് കേറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, പൂട്ടേണ്ടി വരും. അച്ഛാ. എന്താടാ? അച്ഛനല്ല അച്ഛാ, അച്ഛാ.
ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട്. ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ? അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരത്യാവശ്യം. മാഷയുടെ കാര്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഹാജിയാർ ഇവിടെ വേലക്കാരൊന്നും നിർത്തിയിട്ടില്ല. വേലക്കാരെന്തിനാ? ഇവിടൊക്കെ തൂക്കാനും പെറുക്കാനും ആരാ ഉള്ളത്? നോക്കിയേ, വൃത്തിയും വെടുപ്പായിട്ട് കിടന്ന വീടായിരുന്നു. മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയായത്. ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും. അവൻ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. അവൻ എന്റെ കൈ കെട്ടിയാൻ വിളിച്ചായിരുന്നോ? ഇല്ല. പിന്നെ അല്ല, രാവിലെ കയ്യിലൊരു പീസ് വെച്ച് ഞാനെല്ലാം കേട്ടു. ഓ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെയൊക്കെ തന്നെ കാണും. അല്ലോ. തന്നെയല്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ഞാനോ? ഇനി ഇതേപ്പറ്റിയൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയ മാഷെ കിടക്കുന്നുണ്ടല്ലേ? ഞാനോ? പിന്നല്ലാതെ നീ ആ ചൂലെടുത്ത് കൊടുക്കണം. അതെന്തിനാ? അല്ല, ഞാനെങ്ങനെ വൃത്തിയാക്കാം? ഈ ചൂലൊന്ന് പിടിച്ചേ. അല്ല, ഞാനെന്തിനാ ചൂല്? ചൂല്. ഇതൊക്കെ ഒരു കൊല്ലല്ലേ മാസ്റ്റർ? ഇവനൊക്കെ നമ്മൾ വരച്ച വരെ നിർത്തൂലേ? കാശ്മീരികളും കാണട്ടെ നിന്റെ ഈ സൗന്ദര്യം. പ്രേമോ, ഞാനൊരു സത്യം പറയട്ടെ. കാർക്കൂന്തലിന്റെ സുഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു. സത്യം. ഇവനെന്തിനായി മുടി പിടിച്ച് കളിക്കുന്നേ? അവൻ പട്ടാളത്തിൽ വല്ല ബാർബർ ആയിരിക്കും. ആയിരിക്കും. അവന്റെ ഒരു ശൃംഗാരം. നമുക്ക് കുറച്ച് കഴിഞ്ഞിറങ്ങാം. അതാ നല്ലത്. വേണ്ട വരുന്നു. അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വെടികൊണ്ട പന്നികളെ പോലെ രണ്ടും കൂടെ അകത്ത് കയറി പോന്നോ? ഇത്രയേ ഉള്ളൂ അവന്മാരുടെ അത്യാവശ്യങ്ങൾ. ആറാം പറപ്പുകൾ. എന്താ വിളിച്ചോ? അല്ല, മാറാലെ അടിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് പറയായിരുന്നു. ഓ, വളരെ അത്യാവശ്യമാണ്. അതെ. KTPTUC കമ്മിറ്റി പിളർന്നു. യോജിപ്പിക്കാൻ നേതാക്കന്മാർ മാഷേ, യുദ്ധം തുടങ്ങുന്ന കാര്യം വല്ലതുകൊണ്ടോ പത്രത്തിൽ? ഉണ്ട്. ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരുമോ? വേണ്ട. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനേ ഇല്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ഈ അയൽക്കാരേക്ക് ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ. സിസ്റ്ററെ, ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കട്ടെ. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ? അതെ. പ്രേമലതയും ഇത് സൂചിപ്പിച്ചു. മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ഛയുമായി ആ പിതാമകൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസ്സലാമു അലൈക്കും. നിങ്ങളാ? വരി. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. മാഷേ, ഹാജിയെ വിളിക്കണം. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം 1. ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം 2. ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഞമ്മടെ മോനായത് കൊണ്ടാണ്. പിന്നെ ഉജിരില്ലാണ്ടിരിക്കുവോ? ഓന് ഞമ്മടെ മതഗ്രന്ഥത്തിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ മതത്തിൽ നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയണ കേട്ടപ്പോ ഞമ്മടെ മനസ്സങ്ങ് നിറഞ്ഞ് ദുബായി പോണെന്ന് നമ്മളോട് വാശി പിടിച്ച് നിന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഇത്ര ശോഭിക്കുമെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ തരത്തിൽ ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് എഴുതുന്നത്. നിന്റെ ബാപ്പ സ്കൂളിൽ വന്നിരിക്കുന്നു. അപ്പോ വീട്ടോട്ട് പോകാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമലത വന്നു. ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ ബാപ്പ. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. അയ്യോ, ഹാജിയാരെ. രണ്ടാളും ഉണ്ടല്ലേ. നാട്ടിലും ഇങ്ങനെയാ, പഠിച്ചതും വളർന്നതും ഒന്നിച്ച. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടിന്. അതെ. വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ?
ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി അയക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ അവനും. രണ്ടുപേർക്കും ഒരു സ്വഭാവമാ. അതെ അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ച? സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ഹാജിയാരി ഇത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത അറിയുന്നതിലല്ല കാര്യം. അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയുമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി, ഇവിടെ ചങ്ങാതി ജോജി. ആ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിഭാവുകത്വമായിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവും ഇല്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിപൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹൂറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ, അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചതോ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോടാ നിന്റെ പ്രവർത്തന ശൈലി? എങ്ങനെയെങ്കിലും ഈ ഏടാകുളത്തിൽ നിന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറയടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്ക് ന്യൂസ് ഇങ്ങ് എത്തിയല്ലേ? ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായത് നീയല്ലേ? അവളാണോ? ആ ഹാജിയാരോടങ്ങനെ പോയി പറഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ, ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ഹാജിയാർ ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത്? നീയാ സുന്ദരൻ. പിന്നെ നീയാ? ഫസ്റ്റ് ജോജി മാഷോ. ജോജി മാഷോ. മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും ഇവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരവും ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, ഇവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ളേണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒഴുക്കെ അറിയാം. അറിയാം, എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കേട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാസ്റ്റർ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷേ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷിനെ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷേ, ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല. സത്യം. ചേട്ടൻ പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. രണ്ടു കുറച്ചായിരുന്നല്ലേ, വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, രണ്ടേ കൊല്ലില്ല. അയ്യോ. മലയാളം മാഷേ. ജോജി കേട്ടു.
എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? വിടന്നെ, എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കേൾക്ക്, എന്തിനും സമാധാനം ഉണ്ടാക്കാം. എടുത്തി ആരും ഒന്നും പിള്ളേരെ പോലെ എന്തിനു സമാധാനമുണ്ട്. നിന്റെ മാഷ എന്താ ഇത്? അരിയന് പക്ഷെ നിന്നെ അയ്യോ സുമാരൻ എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ് മാഷേ, 5000 മാസങ്ങൾക്ക് വെടിയുണ്ട്. കാതറേ, അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. ആ വീണു. അല്ല, സംഭവിച്ചത് എന്താണെന്ന് വല്ലതും പറഞ്ഞോ? അതെങ്ങനാ? ഉണ്ട തൊണ്ടേ തന്നെ ഇരിക്കല്ലേ. വെളിയിലെടുത്ത ആള് തട്ടിപ്പോ, എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജർ വന്നോ? ഇല്ല, ഇപ്പൊ ഇങ്ങനെ എത്തുന്ന പറഞ്ഞത്. വാ. മാഷേ, ഡ്രിൽ മാഷേ, ഡ്രിൽ മാഷേ, തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നു. കൈ താത്തി വെയ്, വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നു. സുകുമാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്തവണ ഒരുത്തനെ തട്ടിയിട്ടാ ഞാൻ തിരിച്ചു പോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശയൊന്നുമല്ല. സുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് കഴുത്തി തന്നെ വെടിവെക്കൂ. സമാധാനമായിരിക്കല്ലേ, പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരൂല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും അല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലോട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ടല്ലേ. സമാധാനമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. കൈവിട്, കൈവിട്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസുകാർ വല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരിയണം. പോയി നോക്കട്ടെ.
കേട്ടല്ലോ, ആചാര്യൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാതെ അവിടെ അടങ്ങി കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? മോനെ, ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ? KTPTUC കമ്മിറ്റി പിളർന്നു, യോജിപ്പിക്കാൻ നേതാക്കന്മാർ മാഷേ, യുദ്ധം തുടങ്ങുന്ന കാര്യം വല്ലതുകൊണ്ടോ പത്രത്തിൽ? ഉണ്ട്. ഭാരതത്തെ രക്ഷിക്കാൻ ഞാൻ ഉടനെ പോകേണ്ടി വരുമോ? വേണ്ട, കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് എപ്പോഴും അകത്താണോ? അല്ല, പുറത്തായിരുന്നു. കാണാനില്ലല്ലോ. പുറത്ത് കുറച്ച് വിരുന്നുകളുണ്ടായിരുന്നു. ഈ അയൽക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതാണല്ലോ സാമാന്യ മര്യാദ. ഇതേതാ സാധനം? എന്റെ ഭാര്യ പ്രേമലത. ഓഹോ, ഞാൻ ഡ്രില്ലിയാര് അലിമാഷ്. ഞാൻ അലിയാര് ഡ്രിൽ മാഷ്. വരൂ. സിസ്റ്ററെ, ഭർത്താവിനെ പൊക്കി പറയാണെന്ന് വിചാരിക്കല്ലേ. കല്യാണം കഴിച്ച ശേഷം സുമാരക്കുറിപ്പ് നല്ല താടി ചുരുണ്ട് കൊഴുത്ത് വെളുത്ത സുന്ദരനായല്ലേ? അതെ. പ്രേമലതയും ഇത് മഴമേഘങ്ങൾ കാത്തു കഴിയുന്ന വേഴാമ്പൽ ഒരു തുള്ളി ദാഹനീരിനായി എത്രമാത്രം കൊതിക്കുന്നുവോ അപ്രകാരം സ്വന്തം മകനെ കൺകുളിർക്ക കാണുവാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ഛയുമായി ആ പിതാമകൻ രക്തം തളം കെട്ടിക്കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ചതിവിന്റെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും പൊള്ളയായ മുഖം ആ പാവം പിതാവ് കണ്ടില്ല. അസ്സലാമലൈക്കും. നിങ്ങളാ? വരി വരി. മകനെ കാണാൻ കൊതിച്ച അച്ഛന്റെ ഹൃദയവേദനയും വ്യഥയും എപ്രകാരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ദർശിച്ച ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. മാഷേ, ഹാജിയെ വിളിക്കണം. ഞാൻ പോരാ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്ന് ശ്രമിക്കുക. ചോദ്യം 1. ആ പിതാമകൻ സ്വന്തം മകനെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ചോദ്യം 2. ആ യുദ്ധഭൂമിയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആര് തയ്യാറാകും? ആരും തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഞമ്മടെ മോനായത് കൊണ്ടാണ്. പിന്നെ ഉജിരില്ലാണ്ടിരിക്കുവോ? ഓന് നമ്മുടെ മതഗ്രന്ഥത്തിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ മതത്തിൽ നല്ല പിടിപാടാ. സത്യം പറഞ്ഞ ഇങ്ങളിത് പറയണ കേട്ടപ്പോ നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ് ദുബായി പോണം നമ്മളോട് വാശി പിടിച്ച് നിന്നവനാ. ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചപ്പോ ഇത്ര ശോഭിക്കുമെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ല. ഓരോ ഘട്ടത്തിലും ഇങ്ങളെ പറ്റി വലിയ കാര്യങ്ങളാണ് പോയി എഴുതുന്നത്. നിന്റെ വാപ്പ സ്കൂളിൽ വന്നിരിക്കുന്നു. അമ്മോ, വീട്ടോട്ട് പോകാം. വീട്ടിൽ പോണ്ട. വീട്ടിൽ പ്രേമല വന്നു. ഇങ്ങോട്ട് പോണ്ട. അയ്യോ, അവിടെ വാത്ത. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോവാം. അയ്യോ, ആഹാ, രണ്ടാള് കൊണ്ടല്ലേ. നാട്ടിലും ഇങ്ങനെയാ, പഠിച്ചതും വളർന്നതും ഒന്നിച്ച. ജോലി എപ്പോ വന്ന്? കുറച്ചു ദിവസമായി. ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങ് പോന്നു. ഒരു കൂട്ടിന്. അതെ. വീട്ടിൽ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലേ? ഒരു നാട്ടുകാരാണെങ്കിലും കാണാൻ പറ്റാറില്ല. കത്ത് വരാറുണ്ട്, പക്ഷെ മറുപടി ആക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ എന്റെ സ്വഭാവം തന്നെ അവനും. രണ്ടുപേർക്കും ഒരു സ്വഭാവമാ. അതെ അതെ. സ്കൂളും നാട്ടുകാരും ഒക്കെ എങ്ങനെ പിടിച്ചാ? സ്കൂളും നാട്ടുകാരും ഒക്കെ എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. നല്ല ആൾക്കാരാ. എന്തും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഒരു മുന്നറിയിപ്പില്ലാതെ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലത്. ഇന്നിപ്പോ ഇത്രേ സംഭവിച്ചുള്ളൂ. എന്നാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അതിന് വലിയ താമസം ഉണ്ടാവില്ല. എടാ, ആചാര്യത അറിയുന്നതിലല്ല കാര്യം. അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറ. ഇപ്പൊ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. തന്നെയുമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. മുംതാസ് അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി, ഇവിടെ ചങ്ങാതി ജോജി. ആ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ മാനേജറുടെ മകളെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിഭാവുകത്വമായിരിക്കും. അല്ല, അവന് യാതൊരു കലാബോധവും ഇല്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൽക്കണ്ട കനിപൂറുന്ന ഗാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വർഗത്തിലെ ഹൂറി ഇതാ എന്റെ കൺമുമ്പിൽ. റംസാനിലെ ചന്ദ്രിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ, അതോ മാലാഖ മനുഷ്യരൂപത്തിൽ അവതരിച്ചതോ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഇതാണോടാ നിന്റെ പ്രവർത്തന ശൈലി?
എങ്ങനെയെങ്കിലും ഈ ഏടാകുളത്തിൽ നിന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു പ്രേമനാടകം. ഇവൻ ഇതെന്തോന്ന് കിടന്ന് തുള്ളാതെ കാര്യം എന്താന്ന് പറടാ. ആ മുംതാസിനെ വഴി പിടിച്ചു നിർത്തി എന്തൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്? അപ്പോഴേക്ക് ന്യൂസിങ് എത്തിയല്ലേ. ഈ പെണ്ണുങ്ങളെ പോലെ ഇത്ര ചീപ്പായത് നീയല്ലേ, അവളാണോ? ആ ഹാജിയാരോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ ബേസിക് ആയിട്ടുള്ള കുഴപ്പം. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്നായാലും ഒരു ദിവസം ഹാജിയാരിത് അറിയും. അന്നുണ്ടാകുന്ന പ്രതികരണത്തിന് ഒരു അയവ് വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം അവളെ കയ്യിലെടുക്കണം. അതിനുള്ള ചവിട്ടുപടിയാണ് ഈ പ്രേമനാടകം. ഇങ്ങനെ പോയാലേ ഹാജിയാർ ചവിട്ടി വടിയാക്കും. കോമഡി വേണ്ട, നീ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒരു ചെറുപ്പക്കാരന്റെ നിരന്തരമായ സാമീപ്യം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നേരിയ ചലനം സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അവനൊരു സുന്ദരനാണെങ്കിൽ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞത്? പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞത്? നീയാ സുന്ദരൻ. പിന്നെ നീയാ? ഫസ്റ്റ് കേട്ടിടത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും. ആ SIയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും. അതൊക്കെ എനിക്കും അറിയാം. ഇതിനൊരു പോംവഴി എന്താണെന്ന് പറ. എടാ, നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ, നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നോ? ഇവിടെ പ്രേമലതയല്ല, കാമലതയാണ്. പ്രേമലത ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യം ഞാൻ ഏറ്റെന്നല്ലേ പറഞ്ഞു. എല്ലാ കാര്യവും നമുക്ക് കോമഡി ഉണ്ടാക്കാം. അറിയാതെ പ്രേമലത കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതികരിക്കുന്നുണ്ടോ? പ്രേമലത ഒന്നും മനസ്സിലാക്കാം. ഈ ആര് വരുന്നുണ്ടോ? പ്രേമലത അകത്ത് വയ്ക്കും. ആരാ? സുകുമാരനാ? വാപത്തിക്കോ? നേരത്തെ പൊത്തി തൂക്ക്. തൂക്കി. പട്ടാളത്തിന് തീറ്റ തിന്ന് എന്തൊരു വെയിറ്റ്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്തുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഒരു കാര്യം താൻ മനസ്സിലാക്കണം, ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ. അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയാവോ? ഒരു രാജ്യരക്ഷാ ഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. അത് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിലും താ കുറ്റവാളിയാണ്. അതിനുള്ള ശിക്ഷ വേറെ. അതുപോട്ടെ, ഏത് നിമിഷവും അലിയാര് തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അലിയാര് തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താനൊരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ. ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്നാ ഇന്നെനിക്ക് രണ്ടുപേരും അറിയണം. എന്റെ കാര്യമായിട്ട് കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. നീ ഇവിടെ പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാള് ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്താ ഈ സിസ്റ്റർക്ക് കൊടുത്തതാ, വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാള് സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കോ ഇയാളുടെ കണ്ണോണ്ടുള്ള രാഗ്യം കാട്ടില് ചാക കിടക്കുമ്പോഴോ പ്രേമലേഖനം എഴുതുന്നു. ഉണ്ടാക്കണേ. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ. ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ? ഉപേക്ഷിക്കാൻ പറ്റൂ?
മാഷേ ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതിക്കളെ. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം. ഗ്ലൂക്കോസ് വേണോ? വേണ്ടാന്ന്. എന്ത് പറ്റിയടാ? അല്ല ഒരു മിനിറ്റ്. അരിയാർ മാഷ ആരാന്ന് പറഞ്ഞത്? ആണോ? രണ്ടാമത്തെ പെങ്ങള് നബീസാന്റെ. അത് മനസ്സിലായി. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ആരാ? ഉമ്മയാണല്ലേ? പേടിക്കാനൊന്നുമില്ല. ഇതാരാ? ഇത് അലിയാരൂട്ടിയുടെ ആദ്യത്തെ ബീവി, ഇത് രണ്ടാമത്തെ അത് ബീവി, ശരി. ഇത് രണ്ടു കുടിയിലും കൂടെ മക്കൾ. ഒന്നൊന്നും പേടിക്കണ്ട. രണ്ട് കെട്ടിയിട്ടാണ് ഈ പണിക്ക് പോയതല്ലേ? ഇവിടത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ റബ്ബേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അതാണ് നല്ലത്. ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം. മാഷ തട്ടിയിട്ട് ജയിലിൽ പോവൂ എന്നാണ് അയാൾ പറയുന്നത്. ഇന്നലെ തോക്കുമായിട്ട് ഇവിടുത്തെ മതിലിയാടി കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു. അതിന് മാത്രം എന്ത് തെറ്റാ മച്ചാൻ ചെയ്തത്? തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടു